So welcome to another video of Campus to Corporate. Today ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തത് നിങ്ങൾക്ക് റോഡ് മാപ്പ് ടു ലേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നമുക്ക് നിറയെ കാര്യങ്ങൾ അറിയാം, സി പൈത്തൺ അങ്ങനെയൊക്കെ ഉണ്ടെന്നറിയാം. പക്ഷേ എനിക്കൊരു റോഡ് മാപ്പ് കൊടുക്കാനുണ്ടായിരുന്നു. വാട്ട് ഈസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതിൻ്റെ റോഡ് മാപ്പ്, അത് എങ്ങനെയാണ്, എന്തൊക്കെയുണ്ട്, ഏതൊക്കെ തരത്തിലുണ്ട്, അത് എങ്ങനെയൊക്കെ പഠിച്ചെടുക്കാം. ഓക്കെ, സോ നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒരു സാധനം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. സോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ എക്സാമ്പിൾസാണ് നമ്മൾ ഈ പൈത്തൺ, ജാവ അങ്ങനെയൊക്കെ പറയേണ്ടത്. അതൊക്കെ പഠിക്കുന്ന ഉപരി എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ us ടു ലേൺ. സോ നമ്മുടെ ടേംസിൽ, ഒരു ഓൺ ടേംസിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ എങ്ങനെ പറഞ്ഞാൽ ലൈക്ക് ഹ്യൂമൻ ആൻഡ് കമ്പ്യൂട്ടർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ. അതായത് ഹ്യൂമൻസ് കമ്പ്യൂട്ടർ മനസ്സിലാക്കിപ്പിക്കുന്ന രീതി. ഇനി ടെക്നിക്കൽ രീതിയിൽ പറഞ്ഞാൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരും. ആ ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് നമ്മൾ ഇത് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ഒരു ലാംഗ്വേജ് പഠിച്ചത് കമ്പ്യൂട്ടറിന് അറിയപ്പെടുന്ന ഒരു ലാംഗ്വേജിൽ പഠിച്ചിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, അതായത് നമ്മുടെ ടേമിൽ പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരാൾ സംസാരിക്കുമ്പോൾ ഒരു ലാംഗ്വേജ് ഉണ്ട്, അത് മലയാളമോ ഹിന്ദിയോ അങ്ങനെയൊക്കെ പോലെ. അപ്പോൾ ടെക്നിക്കൽ ടേമിൽ കമ്പ്യൂട്ടർ മനസ്സിലാകുന്ന ഒരുതരം ലാംഗ്വേജിനെയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യിപ്പിക്കുന്നത്, അതായത് പ്രോഗ്രാമിംഗ് ചെയ്യിപ്പിക്കുന്ന രീതി. ഓക്കെ, സോ അതിൻ്റെ സ്റ്റെപ്സ് നമ്മളിലോട്ട് പോവാം. ഓക്കെ, ലൈക്ക് ബേസിക് ടു അഡ്വാൻസ് നമുക്ക് ഈ സ്റ്റെപ്പിലൂടെ മനസ്സിലാവും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പറഞ്ഞു തന്നില്ലേ. ഇനി ഏതാണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചൂസ് ചെയ്യണം. എക്സാമ്പിൾ പൈത്തണാണ് കുറച്ചും കൂടി നമുക്ക് ബേസിക് ഇംഗ്ലീഷ് അറിയുന്നവർക്ക് യൂസ്ഫുൾ ആവുന്നത്. ഓക്കെ, സോ പൈത്തണിലോട്ട് പോവാം. പൈത്തൺ എടുക്കുമ്പോൾ നിങ്ങൾ ചെറുതായിട്ടൊന്ന് വായിച്ച് നോക്കിയാൽ മതി, നമുക്ക് പൈത്തൺ കുറച്ച് ബേസിക് ആയതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ചൂസ് ചെയ്യും, പൈത്തൺ ബേസിക്കായി ചൂസ് ചെയ്യും. പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ ഫസ്റ്റ് ഇത് ചൂസ് ചെയ്തതിനാൽ ഒന്ന് പഠിച്ച് നമുക്ക് പിന്നീട് പോകാം. ഇനി ബിൽഡിംഗ് യുവർ ബേസ് പറയുന്നുണ്ട്. ബിൽഡിംഗ് യുവർ ബേസ് പറഞ്ഞാൽ അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്, ഓരോ രീതികൾ. ഓക്കെ, സോ ഓരോ സാധനം എടുക്കാൻ വേണ്ടി ഒരു രീതികളുണ്ട്. വേരിയബിൾസ് ഉണ്ട്, ഇഫ് കണ്ടീഷൻ എങ്ങനെ യൂസ് ചെയ്യുക, വൈൽ ലൂപ്പ്, അതായത് ഇഫ് കണ്ടീഷൻ ഒരു ഇഫ് ഡു എസ് ഓർ നോ സ്റ്റേറ്റ്മെൻറ്റിൽ, വൈൽ പറഞ്ഞാൽ ലൂപ്പിട്ട് ചെയ്യണ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഒരു സാധനം വരെ. ഓക്കെ, ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുന്ന വരെ. സോ നമ്മൾ ബിൽഡിംഗ് യുവർ ബേസ് പറയണത് അതിലെന്താണോ ബേസിക്കായിട്ട് കാര്യങ്ങൾ പഠിക്കുന്നത്, സിൻടാക്സ് കാര്യങ്ങൾ, അതിനെ ആസ്പദമാക്കിയിട്ടാണ് വി ജസ്റ്റ് ഡൂയിങ് ലൈക്ക് ദാറ്റ് സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത്. അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിക്ഷണറീസ് എന്താണെന്ന് അറിയാറുണ്ട്. ഡിക്ഷണറീസ് എങ്ങനെയാണ്, ട്രൂ ഓർ ഫോൾസിനെ ബൂളിയൻ വേരിയബിൾ എന്നൊക്കെ പറയും. സോ എങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണോ, എങ്ങനെ നമ്മളൊരു സാധനം പ്രിൻ്റ് ഔട്ടാക്കി എടുത്തിട്ട് വരുന്നു എന്നുള്ള പ്രോസസ്സ് നമുക്ക് ഏറ്റവും മനസ്സിലാക്കുന്ന രീതിയാണ് ബിൽഡിംഗ് യുവർ ബേസ് പറയുന്നത്. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ബിൽഡിംഗ് യുവർ ബേസിൽ ഏറ്റവും വലിയ കാര്യം എന്താ പറഞ്ഞാൽ പ്രോബ്ലം സോൾവിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് സ്റ്റെപ്പ് 3 ഡു ബേസിക് പ്രോഗ്രാമിംഗ് കോഡെന്ന് ഉദ്ദേശിക്കണം ഒന്നുമില്ല. ഔട്ട്പുട്ട് എങ്ങനെ എടുക്കുക, രണ്ട് സാധനം ആഡ് ചെയ്യുന്നത് ഒരു ലാംഗ്വേജിൽ എങ്ങനെ, രണ്ട് സാധനം മൈനസ് ചെയ്യുന്നത് എങ്ങനെ, നമുക്കൊരു സാധനം അതായത് നമുക്ക് ഓഡ് ഓർ ഈവൻ ഒരു നമ്പർ എങ്ങനെ ചെയ്യാം, പ്രോഗ്രാമിംഗ് ചെയ്യാം. അതായത് നമ്മൾ ഒരു നമ്പർ വെച്ചിട്ട് ഡിവൈഡഡ് ബൈ 2 = 0 വരെയാണ് നമ്മൾ ഈവൻ. അതൊക്കെ നമ്മൾ പ്രോഗ്രാമിംഗ് രീതിയിൽ ചെയ്യുമ്പോൾ അതെങ്ങനെ ചെയ്യാം, അതായത് ചെറിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ചെയ്യാൻ തുടങ്ങുക. ഫസ്റ്റ് അതിനെക്കുറിച്ച് പഠിക്കുക, അതിൻ്റെ ബേസ് തിരഞ്ഞെടുക്കുക. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് അതിന് ബേസിക്സ് പഠിക്കുക, സിൻടാക്സ് പഠിക്കുക. എന്നിട്ട് പ്രോബ്ലംസൊക്കെ ചെറിയ പ്രോബ്ലംസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ പോലുള്ള കാര്യങ്ങൾ, ചെറിയ പ്രോഗ്രാംസിലോട്ട് കോൺസെപ്റ്റ് എപ്പോഴും മനസ്സിലാക്കാൻ നോക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുന്നത്, അതും പറയില്ല ആ n ഡിവൈഡഡ് ബൈ 2 = 0 അങ്ങനെ വന്നാൽ ഇറ്റ്സ് ഈവൻ അല്ലെങ്കിൽ ഓഡ്. ആ ഒരു കോൺസെപ്റ്റിൻ്റെ ലോജിക്കാണ് ഇവിടെ നിങ്ങൾ എങ്ങനെ പ്രിൻറ്റ് ചെയ്യണമെന്നല്ല, നിങ്ങൾ എങ്ങനെ യു ആർ ഗോയിങ് ടു ബി ലോജിക്കലി യു ആർ ഡൂയിങ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ സ്റ്റെപ്പ് 4 അഫ്കോഴ്സ് ലേൺ അബൌട്ട് ദി സിൻടാക്സ് എങ്ങനെ വരുന്നു, ഫസ്റ്റ് എന്തിടണം. ബിക്കോസ് നമുക്ക് ഏറ്റവും പ്രശ്നം കമ്പ്യൂട്ടറിന് മനസ്സിലാകണമെങ്കിൽ അവർക്ക് വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ, അവർക്ക് നമുക്ക് ഈ കോമ, ഡബിൾ, സെമി കോളൻ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. സോ അതിന് വേണ്ടി എന്ത് ചെയ്യണം പറഞ്ഞാൽ നല്ലോണം പ്രാക്ടീസ് ചെയ്ത് അതിനൊരു പേപ്പറിൽ സിൻടാക്സ് ഒക്കെ എഴുതി വെച്ചിട്ട് നമുക്ക് അത് ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ, ഷീറ്റ് എന്നൊക്കെ പറയും, അത് പറഞ്ഞുതരാം ഇതിൽ അപ്കമിങ് ബ്ലോഗ്സിൽ. സോ അങ്ങനെ സിൻടാക്സുമായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങണം. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് ടു ലേൺ എ പ്രോഗ്രാമേഴ്സ്. നെക്സ്റ്റ് സ്റ്റെപ്പ് 5 അറേ, DSA പറയും. DSA പറഞ്ഞാൽ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ അറേ പറയും. അറേയിൽ കുറേ കാര്യങ്ങളുണ്ട്. കാരണം നമ്മളൊരു ഡാറ്റ, ഒരു സാധനത്തെ എങ്ങനെ നമ്മൾ സ്ട്രക്ചറായിട്ട് കറക്റ്റ് രീതിയിൽ വെക്കണം എന്നുള്ളതാണ് ഈ ഡാറ്റ DSAയിൽ പറയുന്നത്. സോ
അതിൽ ഫസ്റ്റ് അറേയാണ് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ ഉണ്ട്. അതിൽ അറേ ഉണ്ട്, സ്റ്റാക്ക് ഉണ്ട്, ക്യൂ ഉണ്ട്, സോർട്ടിംഗ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ അറേ ഒന്നും അറിഞ്ഞു കഴിഞ്ഞാൽ അതായത് എങ്ങനെ ഇനീഷ്യലൈസ് ചെയ്യണോ, എങ്ങനെ നമുക്കൊരു സാധനത്തെ എടുക്കാം, ഒരു വേരിയബിൾ ഉണ്ട്, ലിസ്റ്റ് ഉണ്ട്, ആ ലിസ്റ്റ് നമുക്ക് ആക്സസിങ് എങ്ങനെ, അങ്ങനെയൊക്കെ നമ്മൾ DSA കോൺസെപ്റ്റ് പഠിക്കാം. ഇനി ഊപ്സ് പറയും. ഊപ്സ് പറഞ്ഞാൽ ക്ലാസ്സും ഒബ്ജക്റ്റ് വെച്ചിട്ടാണ്. അത് നിറയെ ഹൺഡ്രഡ്സ് ഓഫ് ഉണ്ടാകുമ്പോൾ നമ്മളെങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പറയും. ആ രീതിക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്, അത് ആ ഒബ്ജക്റ്റ് അനുസരിച്ച് എങ്ങനെ പ്രോഗ്രാമിംഗ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഊപ്സ് കോൺസെപ്റ്റിലൂടെ പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് സ്മോൾ പ്രോജക്റ്റ് ചെയ്യാവർ. അതായത് ഒരാൾ പ്രോജക്റ്റ് ചെയ്യുമ്പോഴാണ് ആ പ്രോഗ്രാമിങ്ങിലൂടെ നല്ല പറയില്ല പ്രാക്ടിക്കലി ചെയ്ത് നോക്കുക. ഇപ്പോൾ ചെറിയ ചെറിയ പ്രോഗ്രാം ഉണ്ട്, കാൽക്കുലേറ്റർ ഉണ്ടാക്കലൊക്കെ ഉണ്ട് പൈത്തണിലൊക്കെ വെച്ചിട്ട് പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ. സോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതും നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ പൈത്തൺ ഇപ്പോൾ കാൽക്കുലേറ്റർ ചെയ്യുക, അപ്പോൾ നമുക്ക് ആ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കൊരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ തന്നെ ചെയ്ത് നോക്കുമ്പോഴേ നമുക്കറിയുള്ളൂ. സോ അതുപോലെ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.